hello and welcome back to my channel. If you're new here, hi, I'm Nivedita and I make videos related to fashion, dance and lifestyle. So നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ don't forget to join the fam by hitting the subscribe button and also don't forget to enable that bell button so that you will get notified every time I upload a new video. അപ്പം ഇന്ന് ജൂൺ 19th. ഇന്നേ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? Today is National Reading Day. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് ഞാൻ നിങ്ങളെ എൻ്റെ കളക്ഷൻസ് ഒക്കെ ആയിരുന്നല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നാഷണൽ റീഡിംഗ് ഡേ ആയിട്ട് എൻ്റെ ബുക്ക് കളക്ഷൻസ് കാണിക്കാമെന്ന് കരുതി. ആൻഡ് ഓൾസോ ഞാൻ വായിച്ചതിൽ വെച്ചിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തേക്കുന്ന ബുക്കും അതിൻ്റെ കണ്ടൻറ്റും ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ മുൻപ് കാണിച്ചതുപോലെ ഇതാണ് എൻ്റെ ദുബായിലെ ബുക്ക് കളക്ഷൻ. സോ ബാക്കി ബുക്സ് എല്ലാം നാട്ടിലാണ്. സോ യൂഷ്വലി ഐ ഗെറ്റ് മൈ ബുക്സ് ഫ്രം ഇന്ത്യ വെൻ ഐ ഗോ ഫോർ മൈ vacation. So yeah, this is where I arrange all my books and this is how the entire setup looks like. So I am someone who loves reading. So എനിക്ക് ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടം something related to investigation, crime thrillers, horror, adventure ഇങ്ങനത്തെ books ആണ് എനിക്ക് കൂടുതലും വായിക്കാൻ ഇഷ്ടം. So from last 5 years I have started reading more books related to motivation, leadership and more of interpersonal and intrapersonal skills. ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ 4 ബുക്സ് ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ more of motivation, leadership and ഒരു career related ആയിട്ടുള്ള ബുക്സ് ആണ്. ഇത് നാലും എനിക്ക് എൻ്റെ മമ്മി വാങ്ങിച്ചു തന്നെയാണ്. സോ ഇവിടെ ഇരിക്കുന്ന എല്ലാ ബുക്സും ഞാൻ ഓൾറെഡി വായിച്ചേക്കുന്നതാണ്. ആൻഡ് ഓൾ ദീസ് 4 ബുക്സ് ഐ ഓൾവേസ് ലൈക്ക് ഗോയിങ് ബാക്ക് ആൻഡ് റീഡിങ് ദം അഗെയിൻ ആൻഡ് അഗെയിൻ. നമ്മൾ എന്തെങ്കിലും നോവൽ ഓർ സ്റ്റോറി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ നമ്മൾ ചിലപ്പം 1 time വായിക്കുമ്പോഴേക്കും വിൽ ബി ലൈക്ക് ഓക്കെ ഡൺ, വിൽ നോ ദ സ്റ്റോറി ഓൾറെഡി. ബട്ട് ഇങ്ങനത്തെ ബുക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ റീഡ് ഇറ്റ് ഹൗ മെനി എവർ ടൈംസ് യു വാണ്ട്, because like each time you read it you learn something new each time. That is the speciality of such kind of books. So the first book is called The Power of Positive Thinking and it's by Norman Vincent Peale and this is how it looks. It's a pretty small book and it has around 300 pages. Norman Vincent Peale is known to be the father of positive thinking. This book main ആയിട്ട് ക്രിസ്ത്യാനിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബൈബിളിൽ നിന്നുള്ള കുറേ കോട്ട്സ് ആൻഡ് ഫ്രേസ് നമുക്ക് ഈ ബുക്കിൽ കാണാൻ പറ്റും. സോ ഈ ബുക്കിൻ്റെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ഹൗ ടു ബിലീവ് ഇൻ യുവർ സെൽഫ്, ഹൗ ടു ഓൾവേസ് ഹാവ് എ പീസ്ഫുൾ മൈൻഡ്, ഹൗ ടു ഹാവ് എ സ്ട്രെസ് ഫ്രീ ആൻഡ് വറി ഫ്രീ ലൈഫ് ആൻഡ് ഇറ്റ് ഓൾസോ ടോക്സ് അബൌട്ട് ഹൗ ടു ക്രിയേറ്റ് യുവർ ഓൺ ഹാപ്പിനെസ് ആൻഡ് ഓൾസോ എക്സ്പെക്ട് ദ ബെസ്റ്റ് ആൻഡ് യു ഗെറ്റ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇപ്പം ഞാൻ ആ ബിസിനസ് തുടങ്ങിയാൽ ഇൻ കേസ് ഞാൻ ഫെയിൽ ആയി പോയാലോ, അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ വേഴ്സ്റ്റ് ആയിട്ടുള്ളത് എക്സ്പെക്ട് ചെയ്യാതെ ഓൾവേസ് the best, like okay ഞാൻ ആ ബിസിനസ് തുടങ്ങാൻ പോവാണ്, I will succeed in it, so always expect the best and you will get it. അങ്ങനത്തെ കുറേ പോയിന്റ്സ് ആണ് നോർമൻ വിൻസെന്റ് പീൽ ഈ ഒരു ബുക്കിലൂടെ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ സെൽഫ് ഹെൽപ്പ് ബുക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് യു ക്യാൻ ഓൾവേസ് ഗോ ബാക്ക് ആൻഡ് റീഡ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ because each time when you read it the lessons what you learn from it will be different. The next book is How to Win Friends and Influence People by Dale Carnegie and this is how the book looks. And this book published in 1936 lana, so it's a pretty old book and since then around 36 million copies have been sold of this book and this book is one of my favorites. So ഈ ഒരു ബുക്കിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഹൗ ടു മേക്ക് പീപ്പിൾ ലൈക്ക് യു, ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ ഇൻ എ പോസിറ്റീവ് വേ or you know if you are in a workplace or if you are in a college studying, so like when you know that another person with you has told something wrong or has made a wrong point, how to change that without giving them hard feelings, like how to do it very smoothly, like without even giving them hard feelings. And അങ്ങനത്തെ കുറേ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ബുക്കാണിത്. ഇത് മെയിനായിട്ട് നിങ്ങളിപ്പോൾ കരിയർ ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കായിരിക്കാം. ബിക്കോസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ലൈക്ക് വെൻ യു സ്റ്റാർട്ട് എ ന്യൂ ജോബ് the entire environment is like completely different because you meet people from so many different parts of the world there
who has different thoughts and different mindsets, and sometimes it will be difficult for us to cope up with the entire new surrounding. So അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ like if you really want to know what you need to do right in order to fit into that group, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് വായിക്കാവുന്നതാണ്. This is one of my favorite books till date, like amongst the others which I have read. And the next book is again one of my very favorite, and it is called Catalyst by Chandramouli Venkateshan. You can see it is a very small book, and ee oru book ennu parayunnathu it is best for people who have started a career. Ipo ningal already work cheyunna individuals aanu, ningal odane oru jolilekku keran povunna aalkarekke aanengil ningal orappayittum vaayichedikkenna oru book aanu Catalyst. So ഈ ബുക്കിൽ നമ്മളോട് ഓഥർ മെയിൻ ആയിട്ട് പറയുന്നത് ഗുഡ് ജോബ്, ഹാർഡ് വർക്ക്, ഐക്യു, ഇക്യു, സ്മാർട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതെല്ലാം നമുക്കൊരു സക്സസ്ഫുൾ കരിയർ ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഇത് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ the answer is no. So in order to lead a successful career life, along with these points, you need certain stimuli to accelerate your entire growth. Already നിങ്ങൾ ഒരു വർക്കിംഗ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ബുക്ക് എനിക്ക് കിട്ടിയത് ഞാൻ എൻ്റെ കരിയർ ലൈഫ് തുടങ്ങുന്നതിന് മുൻപായിരുന്നു. So that time when I just read it, I couldn't relate to anything. But once I started my career, I went back and read this book, and I could relate to so many things written in this book. So Chandramouli Venkateshan ഈ ഒരു ഓത്തറും ഇങ്ങനത്തെ ഒരു ആളുടെ കരിയർ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കുറേ ഇൻസ്റ്റൻസസ് വെച്ചിട്ടാണ് ഈ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അടുത്തതായിട്ടുള്ളത് ഡോക്ടർ ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ്. And this book is something that will change your life forever. To be honest, ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം റീഡ് ചെയ്യുമ്പം നമുക്കത് അത്രയും മനസ്സിലാകത്തില്ല, ബിക്കോസ് അത്രയും ഒരു സിമ്പിൾ ടേംസിലല്ല കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ബട്ട് ഒരു സെക്കൻഡ് ടൈം ഓർ തേർഡ് ടൈം നിങ്ങൾ വീണ്ടും ഇത് റീഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും. സോ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഹൗ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ക്യാൻ ചേഞ്ച് the different aspects of your life, from getting that promotion you deserve, from overcoming your fears, from getting over bad habits, bad influences, bad relationship. Your subconscious mind can really help you gain success in life. So definitely this book is something which will change your life if you give it a good read. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ, I love reading books on investigative thrillers, and ഇവിടെ വന്നതിന് ശേഷം ഞാൻ വാങ്ങിച്ച ബുക്സ് ആണ് ഇതൊക്കെ. And all these books are from an author named Mary Higgins Clark, and she is known to be the queen of investigative thrillers. Mary Higgins Clarkന്റെ ബുക്കുകളൊക്കെ നമ്മൾ വായിച്ചു തുടങ്ങിയാൽ you really get addicted to it, because the way she writes the stories, the way she presents each scene in the book is, you know, like so good, and you literally feel like you are in that scene. So Mary Higgins Clarkന്റെ ഈ 4 ബുക്കാണ് എൻ്റെ ഉള്ളത്. So the first one is Mary Higgins Clark, The Cradle Will Fall, and this is how the book looks. It is a very, very small book. So this book is about a very suspicious suicide investigation, and the second book from Mary Higgins Clark is Where Are You Now, and this is how the book looks. And ഈ ബുക്കിന്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് 10 വർഷം മുൻപ് കാണാതായ ഒരു ആളെ കുറിച്ചും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്റ്റോറീസിനെ കുറിച്ചാണ് Where Are You Now എന്ന് പറഞ്ഞ ഈ ഒരു ബുക്ക്. ഇത് അഗെയിൻ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണ്, and this is also like a really good book which I loved reading. So this is Mary Higgins Clark, Where Are You Now. The next one from Mary Higgins Clark is Let Me Call You Sweetheart, and this is how the book looks. And ഇത് മെയിൻലി ഒരു മർഡർ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, മേരി ഹിഗിൻസ് ക്ലാർക്ക് ഇസ് നോൺ ടു ബി ദ ക്വീൻ ഓഫ് ത്രില്ലേഴ്സ്. ലൈക്ക് അതുകൊണ്ട് ഉള്ള ബുക്കുകളൊക്കെ ത്രില്ലർ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ആണ്. സോ ഇതൊരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആണ് കേട്ടോ. ലൈക്ക് വെരി വെരി ഗുഡ്. ലൈക്ക് ഇഫ് യു ആർ സമൺ ഹു ലവ്സ് റീഡിങ് മർഡർ ഇൻവെസ്റ്റിഗേറ്റീവ് ബുക്സ് ഓർ നോവൽസ്, ദെൻ ദിസ് ഇസ് ഡെഫിനറ്റ്ലി സംതിങ് വിച്ച് യു ഹാവ് ടു ട്രൈ. അടുത്തതായിട്ട് എവറി ബ്രെത്ത് യു ടേക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ബുക്കാണ്. ഇത് അത്യാവശ്യം വലിയൊരു ബുക്കാണ് കേട്ടോ. ആൻഡ് ദിസ് ഈസ് മേരി ഹിഗിൻസ് ക്ലാർക്ക്. സോ എവറി ബ്രെത്ത് യു ടേക്ക് എന്ന് പറയുന്ന ഈ ഒരു ബുക്കും അഗൈൻ ഒരു മർഡർ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ബുക്കാണ്. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് നൈസ്. ലൈക്ക് സ്റ്റാർട്ടിങ് ഒരു ഇച്ചിരി സ്ലോ ആണ്, ബട്ട് വൺസ്
get a hang of it. The story is like really interesting. So yes, idu nalu aanu Mary Higgins Clarkinte ende kayyilulla investigative thrillers book collection. ഞാൻ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന 2 ബുക്ക് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് രഞ്ജിത്ത് ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന 2 ബുക്കാണിത്. ദ ഫസ്റ്റ് ബുക്ക് വന്നിട്ട് ശശി തരൂർ നെഹ്റു ദി ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ബുക്കാണ്. ഇത് മെയിൻലി ഒരു ഷോർട്ട് ബയോഗ്രഫിയാണ്. ആൻഡ് ഇഫ് യു ആർ സമൺ ഹു ലവ്സ് റീഡിങ് അബൌട്ട് ഹിസ്റ്ററി ആൻഡ് ഓൾ ദ സ്റ്റോറീസ് ഫോളോയിങ് ദാറ്റ്, ദെൻ ദിസ് ഇസ് സംതിങ് വിച്ച് യു വിൽ ലവ് റീഡിങ്. ആൻഡ് ഇത് മെയിനായിട്ട് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസി അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണിത്. അടുത്തായിട്ടുള്ള ബുക്ക് മൈ ഫാദർ ബലയ്യ ബൈ YB സത്യനാരായണ. ദിസ് ഈസ് ദ ബുക്ക് and this book is an extraordinary story about a Dalit family. ഈ ബുക്കിൽ മെയിൻ ആയിട്ട് പണ്ട് കാലത്ത് ദലിത് ഫാമിലീസ് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ പ്രോബ്ലംസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ദിസ് ഈസ് വൺ ഓഫ് മൈ വെരി ഫേവറേറ്റ് ബുക്സ് വിച്ച് ഐ ഹവ് റെഡ് ഇൻ ദ റീസെന്റ് ടൈംസ്. സോ നെക്സ്റ്റ് ബുക്ക് ഇസ് Patricia Cornwell's Unnatural Exposure, and this is how the book looks. This is a pretty big book. ഇത് മെയിൻ ആയിട്ടൊരു മർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോവലാണ്. And it talks about a serial killer and also a deadly virus which attacks an entire country. So this is also a really good read. So ഇതൊക്കെയായിരുന്നു എൻ്റെ ബുക്ക് കളക്ഷൻ. ഈ ഒരു ലോക്ക്ഡൗൺ കാലത്ത് നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ടല്ലോ. സോ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ നല്ല നല്ല ഹാബിറ്റ്സ് ഇൻകൾക്കേറ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. യു ആർ ഡെഫിനറ്റ്ലി നോട്ട് ഗോയിങ് ടു റിഗ്രറ്റ് ഇറ്റ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് പേരൻസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ റീഡിങ് ഹാബിറ്റ് ആ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാക്കാൻ ട്രൈ ചെയ്യുക. പ്രശസ്ത കവി ശ്രീ കുഞ്ഞുണ്ണി മാഷിൻ്റെ പ്രശസ്തമായ കവിതയിലെ 4 വരികൾ ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. ബൈ.